ചർച്ച അടുത്ത ഘട്ടത്തിലേക്ക്. ജയരാജ് നോക്കൂ, ഇപ്പോൾ സർക്കാർ മറുപടി പറയേണ്ട കുറെ അധികം കാര്യങ്ങളുണ്ട്. ഒന്ന്, വെറും ഒരു ADGP അല്ല, മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പിന്റെ സകല ചുമതലയും കൊടുത്തിരുന്ന, പോലീസിനെ നിയന്ത്രിച്ചിരുന്ന ആളാണ് അദ്ദേഹം. ഈ സർക്കാര്യവാഹിനെ മാത്രമല്ല, രാം മാധവനെയും കണ്ടിട്ടുണ്ട്, ഇവിടെ കോവളത്ത് വരുമ്പോഴൊക്കെ കാണാറുണ്ട്, ചർച്ച നടത്താറുണ്ട്. ഈ ചർച്ചകളെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ എന്തായാലും മുഖ്യമന്ത്രിയുടെ പക്കലുണ്ട്, നമ്മുടെ പക്കലേ ഇല്ലാത്തതുള്ളൂ. മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ കൂടിക്കാഴ്ച. അപ്പോൾ സർക്കാരിനും RSSനും ഇടയിലുള്ള പാലമായി ADGP പ്രവർത്തിച്ചു എന്ന് കോൺഗ്രസോ പ്രതിപക്ഷമോ ആരോപിച്ചാൽ അവരെ എങ്ങനെയാണ് തെറ്റ് പറയാൻ കഴിയുക? തീർച്ചയായിട്ടും അത് ഓരോരുത്തരുടെ വീക്ഷണകോണാണ്. കാരണം അതിനു മുമ്പ് എനിക്ക് ചെറിയൊരു ഉദാഹരണം പറയാനുണ്ട്. പ്രതിപക്ഷ നേതാവായിട്ടുള്ള ശ്രീ VD സതീശൻ ഗുരുജി ഗോൾവാൾക്കറിൻ്റെ, അവർ വിളിക്കുന്ന ഗുരുജി, ഞാൻ ഗുരുജി എന്ന് വിളിക്കുന്നില്ല, ഗുരുജി ഗോൾവാൾക്കറിൻ്റെ പ്രതിമയുടെ മുന്നിൽ വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു പടം എല്ലാവരും കണ്ടിട്ടുള്ളതാണല്ലോ, പ്രേക്ഷകരെല്ലാവരും കണ്ടിട്ടുള്ളതാണ്. അതിനെതിരെ കോൺഗ്രസ് പാർട്ടി എന്ത് നടപടിയെടുത്തു കോൺഗ്രസ് പ്രതിനിധി എന്നുള്ള നിലയിൽ എന്നുള്ളതിനൊരു മറുപടി, ചെറിയൊരു ഉദാഹരണം കൂടെ ഞാൻ പറഞ്ഞുതരാം. കൊല്ലത്ത് മേയറായിരുന്ന N പത്മലോചനൻ RSSൻ്റെ ഒരു ചടങ്ങിൽ, ഇതേപോലെ ഒരു ചടങ്ങിൽ പങ്കെടുത്തു എന്ന് പറഞ്ഞിട്ട് അടിയന്തരാവസ്ഥ കാലത്ത് ജയിൽവാസം അനുഭവിച്ച സഖാവാണ് ശ്രീ N പത്മലോചനൻ. CITUവിൻ്റെ സംസ്ഥാനതല നേതാവായിരുന്നു. അദ്ദേഹത്തിന് ഒരു നിമിഷം പോലും പാർട്ടി വെച്ചുകൊണ്ടിരുന്നില്ല. അടുത്ത ദിവസം പാർട്ടിയിൽ നിന്ന് നടപടിയെടുത്ത് പുറത്താക്കുകയാണ് ചെയ്തത്. ആർജവമുള്ള ഒരു പാർട്ടിയാണ് പത്മലോചനന്റെ കാര്യത്തിലുള്ള ആർജവം MR അജിത് കുമാറിന്റെ കാര്യത്തിലല്ലേ? പത്മലോചനൻ താങ്കൾ പറഞ്ഞ അടിയന്തരാവസ്ഥക്കാലത്ത് ജയിലിൽ കിടന്നിട്ടുണ്ട്. MR അജിത് കുമാർ ഇപ്പോഴും മുഖ്യമന്ത്രിയുടെ കോൺഫിഡൻസ് നേടി അവിടെ തുടരുന്നു. മുഖ്യമന്ത്രിക്ക് നേരത്തെ തന്നെ അറിയാം MR അജിത് കുമാർ RSSുമായി ചർച്ച നടത്തുന്നത്. അദ്ദേഹത്തെ ലോ ആൻഡ് ഓർഡറിന്റെ ചുമതലയിൽ നിന്ന് മാറ്റാൻ പോലും ഒരു തരത്തിലും കൈവിടാൻ മുഖ്യമന്ത്രി ഒരുക്കല്ല. പത്മലോചനൻ വിളക്കെത്തിക്കാൻ പോയാൽ അപ്പ പുറത്താക്കും, അതിൽ ആർജവമുണ്ട്. പക്ഷേ MR അജിത് കുമാറിന്റെ അടുത്തൂടെ പോവാൻ, രോമത്തിൽ തൊടാൻ ഈ പറയുന്ന ആർജവം ഇല്ല. അതെന്തുകൊണ്ടാണ്? പേടിയാണോ? ഒരു സിവിൽ സർവന്റിനെതിരെ നടപടി എടുക്കുമ്പോൾ സസ്പെൻഷൻ ഒന്നും വേണ്ട, ചുമതല മാറ്റാലോ. അന്വേഷണ റിപ്പോർട്ട് ഇല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ആരോപണങ്ങളുടെ പുറത്ത് ആർക്കുമെതിരെ നടപടിയെടുക്കാൻ പറ്റില്ല. അതുപോലെ CP ജോൺ, ഞാൻ വളരെയധികം DGPയുടെ റിപ്പോർട്ട് വരട്ടെ, രാഷ്ട്രീയ തീരുമാനമൊക്കെ എടുക്കും, സമാധാനപ്പെടും. ഒരു മാസമാണ് സമയം ചോദിച്ചിരിക്കുന്നത്, വെയിറ്റ് ചെയ്യൂ. അതിനോടൊപ്പം തന്നെ എനിക്കൊരു കാര്യം, ഞാൻ ബഹുമാനിക്കുന്ന ഒരു വ്യക്തിത്വമാണ് ശ്രീ CP ജോൺ. CP ജോൺ DYFIയുടെ ഒരു കാലത്തെ ഏറ്റവും സമുന്നതനായ നേതാക്കൾ, അതുപോലെ തന്നെ എക്കണോമിക്സിനകത്ത് അദ്ദേഹത്തിൻ്റെ ബ്രൈറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഇൻ്റലക്ച്വലാണ് CP ജോൺ. പക്ഷേ CP ജോൺ ഇപ്പോൾ പറഞ്ഞ ഉദാഹരണം എനിക്ക് ഭയങ്കര ഫ്ലിംസി ഗ്രൗണ്ടായിട്ട് തോന്നി. കപ്പയുടെ വേരിലേക്ക് വെള്ളം തെളിക്കാൻ വേണ്ടി ഡോക്ടർ MS സ്വാമിനാഥനെ പോലുള്ള ബൊട്ടാനിസ്റ്റുകളുള്ള കേരളത്തിലെ വലിയ ശാസ്ത്രജ്ഞന്മാരുള്ള അടുത്ത് RSSൻ്റെ നേതാവ് വന്ന് പഠിപ്പിക്കണമെന്നൊക്കെ പറഞ്ഞാൽ ദഹിക്കത്തില്ല ഇത് കേൾക്കുമ്പം. അപ്പോൾ CP ജോണിനെ കാണാൻ വന്നാൽ CP ജോണിന് വെള്ളം തെളിക്കാനും RSSകാരൻ്റെ പരിപാടിക്ക് പോയി, അതായത് പ്രതിപക്ഷ നേതാവ് വിളക്ക് കത്തിച്ചാൽ അത് നല്ലതും ആയിട്ട് ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ പോയതാണ് ഏറ്റവും വലിയ പാതകമായി കാണുന്നത്. എവിടെയെല്ലാം വോട്ട് കച്ചവടം നടത്തിയിട്ടുണ്ടെന്ന് കൃത്യമായിട്ട് അറിയാം. ആരൊക്കെയായിട്ടായിരുന്നു RSSുമായിട്ട് വോട്ട് കച്ചവടം നടത്തുന്നത്? PP മുകുന്ദൻ ഉണ്ടായിരുന്ന കാലം തൊട്ടുള്ള കാര്യങ്ങൾ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ, അഡ്വക്കേറ്റ് രത്നസിംഗിൻ്റെ സ്ഥാനാർത്ഥിത്വം എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ എന്തിനേറെ പറയുന്നു, നേമത്ത് നടന്നത്, ഇപ്പോൾ തൃശ്ശൂർ നടന്നത്, ആരൊക്കെ തമ്മിലാണ് RSS ബാന്ധവം എന്നുള്ളത് UDF നേതാക്കന്മാർ എത്ര കള്ളത്തരം പറഞ്ഞുകൊണ്ടിരുന്നാലും, എത്ര കള്ളം ജനത്തിന് മുമ്പിൽ പറഞ്ഞുകൊണ്ടിരുന്നാലും ചരിത്രബോധമുള്ള മലയാളികൾ അത് തിരിച്ചറിയുക തന്നെ ചെയ്യും എന്നാണ് എനിക്ക് പറയാനുള്ളത്.